ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ അവളും കുട്ടികളും മരിച്ച് ആത്മഹത്യ ചെയ്ത് കാണും എന്ന് 2 പ്രാവശ്യം മകൾ അയക്കുന്ന സന്ദേശത്തിൽ പറയുകയാണ്. തലേ ദിവസവും അവൾ അതിന് ശ്രമിച്ചിരുന്നതാണ്, തയ്യാറായിരുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വീട്ടുകാർ, ജിസ്മോളുടെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ല? ഇങ്ങനെയൊരു പ്രശ്നം വീട്ടിലുണ്ട്, ഇങ്ങനെ ഇവൾ ആത്മഹത്യയ്ക്ക് തുനിഞ്ഞു അല്ലെ അതിന് ശ്രമിക്കുന്നു എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ബാധ്യത ആ കുടുംബത്തിനുണ്ട്. അവിടെയാണ് ഇത് അവരുടെ പ്രേരണയാലാണ് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അവർ കൂട്ടുനിന്നു ഈ മരണം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ആ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 1 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തത് തീർച്ചയായും അത് പോലീസിന്മേലുള്ള സമ്മർദ്ദമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് പോലീസിൽ നിന്ന് ഈ ഒരു പ്രമാദമായ കേസ് എടുത്തു മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരു ഏജൻസിയെ സമീപിക്കേണ്ടി വന്നത്? കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ 1 മാസം പിന്നിട്ടിട്ടും കേസ് അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ പോലീസ് അന്വേഷണത്തിന് സാധിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായതുകൊണ്ടാണ് ജിസ്മോളുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും ആലോചിച്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ കേസ് അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പല പ്രാവശ്യം പോലീസിനോട് ചൂണ്ടിക്കാണിച്ചിട്ടും ആ കാര്യത്തിലൊന്നും പോലീസ് വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ല. അവരുടെ ഈ ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഭർത്താവിൻ്റെ 2 സഹോദരിമാരുണ്ട്. അതിൽ ഒരു സഹോദരി UK-ലാണ്, മറ്റേ സഹോദരി ആ നാട്ടിലുള്ളതാണ്. അവർ ഈ ജിസ്മോള് മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വേണ്ടത്ര പരിഗണന കൊടുത്ത് അവരെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം ആ സമയത്ത് ഈ സംഭവം ഉണ്ടായ ദിവസം ആദ്യമായി വീട്ടിലെത്തിയ ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിട്ടുള്ള ബിനോയ്, മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം ജീവനക്കാരിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടത്ര ചോദ്യം ചെയ്യലിന് വിധേയമാക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നത് മറ്റ് കേസുകൾ കൂടി അന്വേഷിക്കാനുള്ളതുകൊണ്ട് അവർക്ക് ആ കേസും ഇതിനിടയിൽ അന്വേഷിക്കാനുള്ളതുകൊണ്ട് ഈ കേസും ആ രീതിയിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്.